ഇന്ന് നമുക്കൊരു ചിക്കൻ പൊട്ടിത്തെറിച്ചത് റെഡിയാക്കി എടുക്കാം. ഇഫ്താറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഇതുപോലെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചിക്കൻ നമുക്കൊന്ന് അടിച്ച് പരത്തണം. ഞാനിവിടെ ചപ്പാത്തി റോളർ കൊണ്ടാണ് അടിച്ച് പരത്തുന്നത്. അധികം പ്രഷർ കൊടുത്ത് അടിക്കാൻ വേണ്ടി പാടില്ല. ചെറുതായി ഒന്ന് അടിച്ച് പരത്താനേ പാടുള്ളൂ. അധികം പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ചിക്കൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. നമ്മളെ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തണ കല്ലുണ്ടെങ്കിൽ അതുകൊണ്ട് അടിച്ചാലും മതി. എൻ്റെ കയ്യിലിപ്പോൾ അതില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചപ്പാത്തി റോളർ കൊണ്ട് അടിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ പരന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഞാനിവിടെ എല്ലാം അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യുക. കറിവേപ്പില ഇടുമ്പോൾ ചിക്കന് നല്ലൊരു നാടൻ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിക്ക് ഞാനിവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സമൂസ ഷീറ്റിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. വളരെ ചെറുതായിട്ട് വേണം ഈ സമൂസ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ക്വയർസ് വേണം. ഞാനിവിടെ 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് നമ്മൾ ചിക്കൻ കോർത്തെടുക്കുന്നത്. ചിക്കൻ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കോർത്തെടുക്കാൻ വേണ്ടി പറ്റും. ചെറിയ പീസാണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ ഒന്നിൽ കോർത്തെടുക്കാം. വലിയ പീസാണെങ്കിൽ 1 മാത്രം മതി കേട്ടോ. ഇതിങ്ങനെ ഒന്ന് കോർത്തതിന് ശേഷം അത് താഴോട്ടാക്കിയിട്ട് ഒരെണ്ണം കൂടി അതിൻ്റെ മേലെ കോർത്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കോർത്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കോർത്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് സമൂസ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഓരോരോ ചിക്കനായിട്ട് എടുത്തിട്ട് നമുക്കിതിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതിൽ അധികമായിട്ട് വരുന്ന സമൂസ ലീവ്സിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. കാരണം നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇതൊക്കെ കരിഞ്ഞു പോവും. ഇതുപോലെയാണ് കോട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് എല്ലാം ഇതുപോലെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഇവിടെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഇല്ലെങ്കിൽ നമ്മൾ സമൂസ ഷീറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളിലുള്ള ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ പാനിലേക്ക് ഇടുമ്പോൾ സ്ക്വയർസിന് നീളം കൂടുതലാണെങ്കിൽ അടിഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പാനിൽ പിടിക്കുന്ന സൈസാക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിലുള്ള ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല എളുപ്പമാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സമൂസ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ കോട്ട് ചെയ്തെടുക്കല്ലേ വേണ്ടൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്